നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കുണ്ടറ ശാഖ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ കുടുംബ സംഗമം ഇന്ന് രാവിലെ കുണ്ടറ റോട്ടറി ക്ലബ് സെൻട്രലിൽ വെച്ച് നടത്തുകയുണ്ടായി. ഇന്ന് രാവിലെ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം പുനലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ബി വിനോദ് നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് SB ശരത് ചന്ദ്രബാബു അധ്യക്ഷത വഹിക്കുകയും കൊട്ടാരക്കര സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കൺട്രോൾ റൂം ആഷിർ കോവൂർ മയക്കുമരുന്ന് ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ചെയ്തു. പരിപാടിയുടെ വിശിഷ്ടാതിഥിയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല ടീച്ചറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ ഫാമിലി ടൂറുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ചെറിയ ചെറിയ അവസരങ്ങൾ പോലും നമ്മൾ കളയരുത്. ആക്ച്വലി ഒരു ടൂർ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം കാണുക എന്നുള്ള നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നതൊക്കെ മിക്കവാറും 90% ആൾക്കാരും പറഞ്ഞ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി ആ ബസ് സ്റ്റോപ്പിൽ കറങ്ങി തിരിഞ്ഞു നിന്ന് അടുത്തൊരു ബസ് വരുമ്പോൾ കയറി പോകുന്നവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ജനിച്ചു വീഴുന്നു, അവിടെ മാത്രം ചുറ്റിത്തിരിയുന്നു, ആ ഭാഗത്ത് മാത്രം ചുറ്റിത്തിരിഞ്ഞിട്ട് അവനവന്റെ സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. ലോകം കാണാത്തവരാണ് മിക്കവാറും 90% ആൾക്കാർ. ലോകം കാണുമ്പോഴാണ് അതിന്റെ ഓരോരുത്തരും ഏതൊക്കെ രീതിയിൽ ജീവിക്കുന്നതെന്നും ഓരോരുത്തർക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് അവര് ഇപ്പോഴൊക്കെ പുരോഗതിയിലേക്ക് വരുന്നതെന്നും എങ്ങനെ അവർ ആസ്വദിക്കുന്നതെന്നും എന്തൊക്കെ ആഹാരങ്ങളാണ് ഒന്നനുസരിക്കുക. നമുക്കറിയാവുന്ന ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ബുഫേ പോയി കണ്ട് ബുഫേക്കകത്ത് എടുത്തിട്ടുള്ള ആഹാരങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വൈവിധ്യമായിരുന്നിട്ട് ഉള്ള ആഹാരങ്ങളായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതേസമയം ഒന്നുമല്ല എന്ന് ആണ് നമ്മൾ ഓരോ സ്ഥലങ്ങൾ പോയി കാണും. ഒന്നും വേണ്ട, നമ്മുടെ ഉത്തരേന്ത്യയാണ്, നമ്മുടെ ഇന്ത്യ തന്നെ ഇപ്പൊ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എന്തുമാത്രം ഉണ്ടെന്ന് പറയാം. കേരളത്തിൽ തന്നെ എന്തുമാത്രം എക്സ്പ്ലോർ ചെയ്യാനുള്ളത് തന്നെയാണ്. ഈ ഇങ്ങേറ്റത്ത് തെക്കറ്റത്ത് കിടക്കുന്ന തിരുവനന്തപുരത്തുകാരുടെ ആ രുചിക്കൂട്ടുകളല്ല കോട്ടയമായാലും എറണാകുളമായാലും ഇല്ലെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ കാസർഗോഡ് ചെന്ന് കഴിഞ്ഞാലും. അപ്പം ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ഓരോ ചെറിയ ട്രിപ്പുകൾ പോലും ഓരോ ടൂറായിട്ട് എടുക്കുക. അതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തീർച്ചയായിട്ടും കൊച്ചു കുട്ടികളായിരിക്കും. കാരണം അവർ ലോകം കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന മാനസിക ഉല്ലാസവും അതിൻ്റെ ഒരു സന്തോഷവും തീർച്ചയായിട്ടും ഒരിക്കലും പറഞ്ഞറിയിക്കരുത്. കാരണം നമ്മുടെയൊക്കെ ആ കൊച്ചു പ്രായം കഴിഞ്ഞു വന്നതാണ്. നനച്ചു നോക്കിയാൽ മതി, നമുക്ക് എപ്പോഴെങ്കിലും അന്നത്തെ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകുന്നു. അതായത് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് കൊല്ലത്ത് പോകുന്നു എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു. കാരണം മാസത്തിൽ ഒരിക്കലും അന്ന് കൊല്ലത്ത് പോകാൻ പറ്റുള്ളൂ. നമ്മൾ കൊച്ചുകുട്ടികളെ പറഞ്ഞ് തിരിച്ചാൽ അതങ്ങനെ കുഴപ്പമാണ്, നീ അവിടെ പോരുത്, അവിടെ അവരെടുത്ത് പോരുത്, അവർ കുളിക്കത്തില്ല നനയ്ക്കത്തില്ല എന്നൊന്നും പറയാതെ നമ്മൾ പറഞ്ഞ് തിരിച്ചില്ലെങ്കിൽ തീർച്ചയായും അവർ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയുമായിട്ടായിരിക്കും. അത് വിട്ടേക്കുക. അപ്പോൾ അവരെയും കൂടെ കൂട്ടുക. അപ്പോൾ ശരത്തിൻ്റെ അടുത്ത് ആദ്യം വന്ന് പറഞ്ഞപ്പോൾ ഉദ്ഘാടനമാണ് പറഞ്ഞത്. പക്ഷെ എന്നിട്ട് ശരത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. സൈബറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു 2 വാക്കൂടെ പറഞ്ഞിട്ട് പോകുക എന്നുള്ളത്. സൈബർ ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയായിരിക്കും. സൈബർ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും. എന്താണ് സൈബറുമായിട്ട് ബന്ധപ്പെട്ടത്? എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് സൈബർ ഒഫൻസസ്? ഇന്റർനെറ്റ്, അതുപോലെ മൊബൈൽ. കറക്റ്റ്. കാരണം ഈ ഇന്റർനെറ്റിലെ ചതിക്കുഴികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കമ്പ്യൂട്ടർ ലാപ്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തന്നെ ഇതിനകത്ത് എല്ലാം ഉണ്ട്. എന്തൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ പഴയ കാലത്ത് നിങ്ങൾ ഉപയോഗിച്ചിരുന്ന എന്തൊക്കെ സാധനങ്ങൾ അപ്രത്യക്ഷമായി നോക്കിയാൽ മതി. നിങ്ങൾക്ക് ക്ലോക്ക് വേണ്ട, വാച്ച് വേണ്ട, ഫോൺ ചെയ്യാനായിട്ട് സാധനം വേണ്ട. പിന്നെ അത് കണക്ക് ബുക്കുകൾ, ഇപ്പം ഈ പഴയ കണക്ക് ബുക്കുകളൊന്നും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം അമേരിക്കയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പൊ തന്നെ കോൾ ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നേരിട്ട് കണ്ട് സംസാരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ അതിനകത്ത് എനിക്ക് വന്നിട്ടുള്ള പരാതികൾ ഏറ്റവും കൂടുതൽ ഈ ഫോൺ വഴി അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക്, വാട്സാപ്പ് വഴി വന്നിട്ടുള്ള മെസ്സേജ് വഴിയുള്ള ചീറ്റിങ്ങുകളാണ്. നിങ്ങൾക്കും അറിയാമായിരിക്കും. 5 ലക്ഷം പൗണ്ട് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരുപാട് കാലങ്ങൾ മുമ്പുള്ളതാണ്. 5 ലക്ഷം പൗണ്ട് ലോട്ടറി അടിച്ചു എന്ന് പറയും. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആദ്യം അതിന് ടാക്സ് ഇനത്തിൽ ഇത്ര രൂപ അടയ്ക്കണം, ഒരു കാര്യം ചെയ്യും, ആ പൈസ അടയ്ക്കുമെന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറയും. അപ്പോൾ അത് അടച്ചു കൊടുക്കും. പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് സർവീസ് ചാർജ് അത് ഇതെന്ന് പറയും കൂടി പോയി അങ്ങനെ ഒന്ന് 2. ഇപ്പൊ നമുക്ക് പിന്നീട് വരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ ഓൺലൈൻ ബാങ്കിങ് എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓൺലൈൻ ബാങ്കിങ് ഉണ്ട്. ഇപ്പൊ നമുക്ക് GPay ഉണ്ട്. അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമുക്കിപ്പം എവിടെയെങ്കിലും പേയ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരിക്കലും കാശ് കൊണ്ട് നടക്കാറില്ല. നമ്മളിപ്പോൾ വലിയ ടൂറിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഫോണിനകത്ത് തന്നെ എല്ലാ സാധനമുണ്ട്. ഈ പണ്ട് നമ്മൾ ATM കാർഡ് ഉണ്ടായിരുന്നു. അത് പണ്ടല്ല, 1-2 വർഷം മുമ്പ് വരെയും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ATM കാർഡ് ഉണ്ട്. ATM കാർഡ് കൊണ്ട് ചെന്ന് ATM ഇടും, അതിൽ നിന്ന് പൈസ എടുക്കും. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് എടുക്കുന്ന രീതിയിലേക്ക് വരെ ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നടന്നത്. ഇപ്പൊ ചുമ്മാ അത് കാണിച്ചാൽ മതി, സ്കാൻ ചെയ്ത് പോകും. ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തി ഒരുപാട് സ്കാംസ് എന്ന് വെച്ചാൽ ഒരുപാട് ചീറ്റിംഗ് കേസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ ആട് തേക്ക് മാഞ്ചിയം
നമുക്ക് ഓർമ്മയുണ്ടാവും. കേരളക്കാരനെ ഏറ്റവും കൂടുതൽ പറ്റിച്ചിട്ടുള്ളത് ആട് തേക്ക് മാഞ്ചിയം ഒരു 10-25 വർഷം മുമ്പ്. അന്ന് മുതൽ ഇങ്ങോട്ട് പറ്റിക്കപ്പെടാനായിട്ടുള്ളൊരു ജനതയായിട്ടാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ ബാക്കിയുള്ളവർ കാണുന്നത് പറ്റിക്കപ്പെടാനായിട്ടുള്ളൊരു ജനതയാണ്. ഈ ആട് തേക്ക് മാഞ്ചിയം എല്ലാം തമിഴിൻ്റെ അവിടുത്തെ പ്രോപ്പർട്ടിയിൽ വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡോളർ നിങ്ങൾക്ക് അടിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് കൂടുതലും ഉള്ള എല്ലാ നൈജീരിയൻ സ്കാംസും അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സ്കാംസും ഒക്കെ ആയിട്ടാണ്. എന്നാൽ അവൻ്റെ സ്വന്തം പേര് കറക്റ്റായിട്ട് എഴുതാൻ ഈ പറയുന്നവന് അറിയത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മളെ പറ്റിക്കാൻ അവന് നല്ലതുപോലെ അറിയാം. മായാവലയത്തിൽ വീഴുന്ന വിടരുന്നതിന് മുമ്പേ കൊഴിഞ്ഞു പോയിടാതെ പുകയുന്ന കൗമാരമായി നീ മാറാതെ ജ്വലിക്കും അഭിമാനമാകണം നാം എല്ലാം. വീടിന്റെ അപമാനമായി നാം തീരാതെ നാടിന്റെ അഭിമാനമായി ഉയരണം. ലഹരിതൻ ചൂടേറ്റ് മന്ദനായി മാറാതെ ഉയരും പ്രതീക്ഷകൻ തീക്കനലാകണം. നാടിന്റെ മുന്നോമനയായി വളരണം. കർമ്മങ്ങൾ നാടിനെ സേവിക്കാനാകണം. മണ്ണിലും വെണ്ണിലും പൂവിലും പുല്ലിലും ചിറകുമായി പാറി പുലകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമാറ്റയായി മാറി. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാല് സൽഗ്രാമഭംഗി. ഞാന് ശരിക്കും പറഞ്ഞ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ ബഹുമാനിയായ സുശീല ടീച്ചറുടെ 1-2 കാര്യങ്ങൾ മാത്രം ഉദ്ഘോഷിച്ചുകൊണ്ട് സംസാരിക്കാനാണ് ഞാൻ താല്പര്യം. അതിനെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ഇതൊന്നും കേൾക്കാതെ വന്ന വിനോദ് സാറും അതേ വിഷയം തന്നെയാണ് ഇവിടെ പ്രതിപാദിച്ചത്. വിനോദ് സാർ ശരിക്കും ഒന്നും കേട്ടില്ല എങ്കിൽ പോലും വിനോദ് സാറും പ്രതിപാദിച്ചത് അതേ വിഷയം തന്നെയായിരുന്നു. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്, മിക്കവാറും വീടുകളിൽ അടി നടക്കാനുള്ള സാഹചര്യം വിനോദ് സാർ ഒതുക്കി കൊളുത്തി വെച്ചിട്ടുണ്ട്. കാര്യം സാറ് കോടതി ടൂറിന് പോകുമ്പോൾ ഭാര്യ മക്കളുമായിട്ട് പോകുന്നു പറഞ്ഞു. ഞങ്ങളുടെ ആരുടെയും വീടുകളിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങളെ ഒന്നും കൊണ്ടുപോകാറില്ലല്ലോ. ഒരു ചോദ്യം ഉണ്ടായില്ലേ? ഞാൻ ചോദിക്കുന്നത് കൃത്യമായിട്ടും നേരത്തെ സുശീല ടീച്ചർ പറഞ്ഞ് കൈയടിക്കാനുള്ളതാണെങ്കിൽ കൈയടിക്കുക, ഉത്തരം തരാനുള്ളതാണ് ഉത്തരം. കൃത്യമായും ഞാൻ ആ സമയത്ത് നിങ്ങളുടെയൊക്കെ മുഖങ്ങളിലേക്കായിരുന്നു എന്റെ ശ്രദ്ധ പോയത്. വിനോദ് സാർ പറഞ്ഞു, ഞാൻ തലശ്ശേരി കോടതി പോകുമ്പോൾ എന്റെ വാറണ്ടിനൊപ്പം ഞാൻ 3 ടിക്കറ്റും കൂടി റിസർവ് ചെയ്യാറുണ്ട്. എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൂടി ടിക്കറ്റ് എടുക്കാറുണ്ട്. ഞങ്ങളുടെ ചേട്ടൻ തിരുശ്ശേരി ജോലിക്ക് പോകുന്നു, പക്ഷെ ഞങ്ങളെ ആരും കൊണ്ടുപോകുന്നില്ലല്ലോ. നാളെ മുതൽ അടി തുടങ്ങി. ഏകദേശം ധാരണയല്ലേ? ശരിയല്ലേ? ആണോ? ആണ്. അത് ഉണ്ടാവട്ടെ, അടി അല്പം ഉണ്ടാകട്ടെ. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അടി ഉണ്ടാകുന്നുള്ളതാണ് വിഷയം. എന്ത് കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ചങ്ങമ്പുഴയുടെ ബഹുമാന്യനായ നമ്മളുടെ പ്രിയപ്പെട്ട കവി, മലയാളത്തിന്റെ കവിയായ ചങ്ങമ്പുഴയുടെ വരികൾ ഉദ്ധരിച്ചതെന്നറിയാം. ഞാൻ അവർ പറഞ്ഞ ഭാഗങ്ങളെ എടുത്തുകൊണ്ട് പറഞ്ഞതാണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. സാറ് പറഞ്ഞു, നമ്മളൊക്കെയും ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് മറ്റൊരു ബസ് സ്റ്റാൻഡിലേക്ക് മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും നമ്മൾ കാണുന്നില്ല. കുണ്ടറയിൽ നിന്ന് കയറുന്ന കൊല്ലത്ത് ഫാത്തിമ കോളേജിൽ പോകുന്ന SN കോളേജിൽ പോകുന്ന തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു. മൺട്രോത്തുരത്ത് കൃത്യമായി കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? മൺട്രോത്തുരത്ത് കൃത്യമായി കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഇത്രയും പേര് ഇരിക്കുന്നതിൽ നല്ലൊരു കുടുംബ സദസ്സിൽ കൃത്യമായി ഞാൻ പറയട്ടെ, 2-3 പേർക്ക് മാത്രമേ കൈമുക്കാൻ കഴിയൂ. നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റവും ഗ്രാമഭംഗിയേകുന്ന കേരളത്തിന്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമഭംഗിയുള്ള കേരളത്തിൽ ജീവിക്കുവാനും വേണ്ടി ദൈവം നമ്മൾക്ക് കരുണയോട് പ്രകൃതി നമ്മൾക്ക് കരഞ്ഞരുളി തന്ന പ്രകൃതിയെ ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഉണ്ടോ? പിന്നെ നമ്മൾ ജീവിതം ആസ്വദിക്കും. പിന്നെ എങ്ങനെ ജീവിതം ആസ്വദിക്കും? കുട്ടികൾ എന്തുകൊണ്ട് വഴിതെറ്റി പോകുന്നു? ഈ കഴിഞ്ഞ അടുത്ത സമയത്ത് ഒരു 3 മാസം മുമ്പ് ഈ അടുത്ത സ്ഥലത്ത് ഒരു കുടുംബസംഗമത്തിൽ, ഇതേപോലെ കുടുംബസംഗമത്തിൽ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരമുണ്ടായി. അവിടെ ചെന്ന വിഷയം വളരെ വ്യത്യസ്തമാണ്. അനാഥമാകുന്ന വാർദ്ധക്യം. ഈ അടുത്ത സ്ഥലത്തുണ്ടായ സംഭവമാണ് അനാഥമാകുന്ന വാർദ്ധക്യം. അവിടെ ഞാൻ സംസാരിച്ചു. ഇവിടെ തരുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ്? ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ കേരളത്തിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന, ലോകത്തിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ മലയാളികളിൽ എന്തിനു വേണ്ടിയൊക്കെയാണ് ബോധവൽക്കരണ പരിപാടികൾ നടത്തപ്പെടുന്നത്? എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ബോധം ഉള്ളത് കൊണ്ടാണോ ബോധമില്ലാത്തത് കൊണ്ടാണോ? നിങ്ങൾ പറയാൻ വയ്യ. ബോധമില്ലായ്മ കൊണ്ടാണ്. എന്റെ ഈ പ്രസംഗം കേട്ടിട്ട് അല്ലെങ്കിൽ എന്റെ ഈ സംസാരം കേട്ടിട്ട് ഞങ്ങൾ മറ്റുള്ളവർ സംസാരിച്ചത് കേട്ടിട്ട് കുണ്ടറയിലും മേഖലയിലുമുള്ള അല്ലെങ്കിൽ വിശ്വകർമ്മ സഭയുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭയുമായി ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെയും നാളെ മുതൽ പുണ്യാളന്മാരാകും എന്നുള്ള ബോധ്യം കൊണ്ടൊന്നുമല്ല. പക്ഷെ ആരുടെയെങ്കിലും മനസ്സിൽ എവിടെയെങ്കിലും ഒരൽപ്പം ഒരു തിരിസ്പാർക്കെങ്കിലും ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ കൃത്യമായി ഞാൻ പറയട്ടെ, നമ്മളൊക്കെയും വിജയിക്കുന്നു. ഞാനും നിങ്ങളും ഒക്കെയും വിജയിച്ചു. നേരത്തെ ടീച്ചർ പറഞ്ഞത് കൂടുമ്പോൾ ഉള്ളതാണ് കുടുംബം എന്ന് പലരും പറഞ്ഞു. ചേർന്ന കാപ്പിക്കുടി അച്ഛൻ കൃത്യമായി പറയുന്ന കാര്യമാണ്. കൂടുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണ്. കൂടുമ്പോൾ മിക്ക വീടുകളും അടിയാ ഉണ്ടാവാറുണ്ട് അല്ലേ? കൂടുമ്പോൾ മിക്ക വീടുകൾ അറിയാം. കാര്യം രണ്ടെണ്ണം അടിച്ചിട്ട് അവർ തലയും കൂടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് കൂടുമ്പോൾ ഇവിടെ അടി. ശരിയല്ലേ പറഞ്ഞത്? അപ്പം ഇച്ഛാശക്തിയോടുകൂടിയുള്ള കുടുംബം, ഇച്ഛാശക്തിയോടുകൂടിയുള്ള കൂട്ടായ്മ, അതാണ് കുടുംബം. ആ ഇച്ഛാശക്തി കൊണ്ട് അച്ഛനമ്മമാർക്ക് മക്കളുമാരെ നേർവഴി വഴി കാണിച്ചു കൊടുക്കുവാനുള്ള പല കരുത്തും നേടിയിട്ടില്ല. ഇപ്പോഴ് ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചു, നമ്മള് ഒരു വാക്ക് ഉപയോഗിച്ചത്. ആ വാക്കിന് ഞാൻ ഇത്രയും അങ്ങോട്ട് ആലോചിക്കും, ഓർമ്മ വരുന്നില്ല ആ വാക്ക്. കുട്ടികളൊക്കെ ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടിരുന്നു. നമ്മുടെ ഫിംഗർ ടിപ്പിലേക്ക്, നമ്മുടെ വിരൽ തുമ്പുകളിലേക്ക് ലോകത്തെ കൊണ്ടുവരാനുള്ള കഴിവും കാഴ്ചപ്പാടുകളും കുട്ടികൾ എത്തിച്ചേർന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിയല്ലേ? ഫിംഗർ ടിപ്പിലേക്ക് ലോകത്തെ കൊണ്ടുവരാൻ PSC പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നെടുമ്പായിക്കുളത്താണ് ഞാൻ താമസിക്കുന്നത്. നെടുമ്പായിക്കുളത്ത് നിന്ന് 17 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി പോയിട്ടാണ് റാലിയുടെ സൈക്കിളാണുള്ളത്. എനിക്ക് വേണൂരൊക്കെ എനിക്കറിയാം. വേണൂരൊക്കെ ഞങ്ങളെ പോകുമ്പോൾ അത് കുറെ കാലഘട്ടമായപ്പോൾ വേണൂർ കുഞ്ഞുങ്ങളായി ഞങ്ങളെ കുറെ കൂടുതൽ കാലഘട്ടമുണ്ട്. ആ സമയത്ത് 17 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ഞാനും ശരവണനും കൂടെ, വേണു കൃത്യമായി പറയും, ശരവണനാണ് എന്റെ കാര്യം പറഞ്ഞത്. കാര്യം ഞാൻ ശരവണ ഫുൾ ടൈം സൈക്കിൾ ഉണ്ടാവണം. 17 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി പോയി കൊല്ലം PSC ഓഫീസില് പോലീസിന്റെ ടെസ്റ്റ് എഴുതുവാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഞങ്ങൾ തയ്യാറാക്കി കൊടുത്തുവെങ്കിൽ ഇന്ന് കാനഡയിലേക്കായാലും UK-യിലേക്കായാലും ഓസ്ട്രേലിയയിലേക്കായാലും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കായാലും അവന്റെ വീടിനകത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയും. അത്രയേറെ വികസിച്ച് ലോകം നമ്മുടെ വിരൽ തുമ്പുകളിലേക്ക്, നമ്മുടെ കൈ കുമ്പലിലേക്ക്